ജലീൽ കണ്ണമംഗലം കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജലീൽ, ഗുഡ് മോർണിംഗ്. അത്ര നല്ല പ്രഭാതമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പുലർച്ചെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് അവിടെ. എന്താണ് സൗദിയിൽ നിന്നുള്ള വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അമൃത, പ്രജിൻ. സൗദിക്കെതിരെയുള്ള ആക്രമണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സൗദി പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഈ കഴിഞ്ഞ രാത്രിയിൽ മാത്രം 37 ഡ്രോൺ ആക്രമണങ്ങളാണ് സൗദിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. മധ്യമേഖലയിലെ അൽഖർജിലും കിഴക്കൻ മേഖലയിലുമാണ് ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായത്. എല്ലാം സൗദി പ്രതിരോധ സേന തകർത്തു. എന്ന ആളപായമോ നാശനഷ്ടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം മേഖലയിൽ സംഘർഷം എന്ന് അവസാനിക്കുമെന്ന് ഒരു സൂചനയും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇതിൽ അസ്വസ്ഥരാണ് ഗൾഫ് മേഖല. സ്വദേശികളും പ്രവാസികളും എല്ലാം അസ്വസ്ഥരാണ്. കാരണം ഓരോ വ്യക്തിയെയും ഇപ്പോൾ ഈ സംഘർഷം ബാധിക്കുകയാണ്. വ്യാപാര മേഖലയെയും ബിസിനസിനെയും ഒക്കെ യുദ്ധം ബാധിച്ചിരിക്കുന്നു. അത് സ്വാഭാവികമായും നിക്ഷേപകരെയും തൊഴിലാളികളെയും പ്രവാസി തൊഴിലാളികളെയും ഒക്കെ ബാധിക്കും. പെരുന്നാൾ അവധിക്ക് നാട്ടിൽ പോകുന്ന ഭൂരിഭാഗം പ്രവാസികളും ഇപ്പോൾ ഒഴിവാക്കിയ ഒരു സാഹചര്യമാണുള്ളത്. തിരിച്ചുവരവ് പ്രതിസന്ധിയിലാവും എന്നൊരു ആശങ്ക പ്രവാസികൾക്കുണ്ട്. അതാണ് ഒരു കാരണം. അതിനു പുറമെ വിമാന സർവീസുകൾ കുറഞ്ഞതും ടിക്കറ്റ് നിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചതും ഒക്കെ ഇതിന് കാരണങ്ങളാണ്. മേഖലയിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് സൗദി വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ ചർച്ച നടത്തി. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടു. ഇന്ത്യ, പാകിസ്ഥാൻ, അസർബൈജാൻ, പോർച്ചുഗൽ, ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഫൈസൽ ബിൻ ഫർഹാൻ ഇന്നലെ സംസാരിച്ചു. ഇതിനു പുറമെ ഈജിപ്ത് വിദേശകാര്യമന്ത്രി ചർച്ചകൾക്കായി കഴിഞ്ഞ ദിവസം റിയാദിൽ എത്തിയിട്ടുണ്ട്. സൗദി വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സൗദി ആഭ്യന്തരമന്ത്രിയും വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബഹ്റൈൻ, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാരുമായി അദ്ദേഹം മേഖലയിലെ ഈ സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. അമേരിക്കൻ താവളങ്ങൾക്ക് പുറമെ ഈ ഓയിൽ പ്ലാന്റുകൾ ആക്രമിക്കപ്പെടുന്നത് വളരെ ഗൗരവത്തോടെയാണ് സൗദി കാണുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ് തകർക്കുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടെന്ന് വളരെ വ്യക്തമാണ്. ശത്രുക്കൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് സൗദിയിലെ ഷൈബ എണ്ണപ്പാടത്തെയാണ്. റൂബൽ ഖാലി മരുഭൂമിയിലെ ഈ എണ്ണപ്പാടത്തിന് നേരെ ഇതുവരെ ഉണ്ടായത് 75-ലധികം തവണ ആക്രമണ ശ്രമങ്ങളാണ്. ലോകവിപണിയിൽ വലിയ സ്വാധീനമുള്ള ഒരു സൂപ്പർ ലൈറ്റ് വിഭാഗത്തിൽപ്പെട്ട എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഇടമാണ് ഈ ഷൈബ എണ്ണപ്പാടം. ഇവിടുത്തെ ഉൽപ്പാദനം തടസ്സപ്പെടുത്തി സൗദിയെ സാമ്പത്തികമായി തളർത്തുക എന്നതാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. എന്നാൽ ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ നീക്കങ്ങളെല്ലാം സൗദി പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിമാനയാത്ര തടസ്സപ്പെടാതിരിക്കാൻ അയൽ രാജ്യങ്ങളിലെ വിമാന കമ്പനികൾക്കായി സൗദി തങ്ങളുടെ വിമാനത്താവളങ്ങളൊക്കെ പലതും തുറന്ന് നൽകിയിട്ടുണ്ട്. ഗൾഫ് എയർ ദമാം വഴിയും ഇറാഖി എയർവേസ് അറാർ എയർപോർട്ട് വഴിയും കുവൈത്ത് എയർവേസ് സൗദിയിലെ ഖൈസുമ വഴിയും ഒക്കെ സർവീസുകൾ നടത്തുന്നുണ്ട്. കൂടാതെ ഈ അയൽ രാജ്യങ്ങളുടെ ചരക്ക് നീക്കത്തിനായി ജിദ്ദ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ മേഖലയിലെ തുറമുഖങ്ങളും സൗദി വിട്ടു നൽകിയിട്ടുണ്ട്. ഏതായാലും പ്രതിസന്ധികൾക്കിടയിലും മേഖലയുടെ സുരക്ഷയ്ക്കും സഹകരണത്തിനും വലിയ പ്രാധാന്യമാണ് സൗദി ഇപ്പോ നൽകുന്നത്. പ്രജീൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.